സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീമതി ബൃന്ദ കാരട്ട്, വേദിയിലുള്ള സുഹൃത്തുക്കളെ, സാമ്രാജ്യത്തിന് എതിരായിട്ടുള്ള ഒരു മീറ്റിംഗാണ് നടക്കുന്നത്. ആ മീറ്റിങ്ങിൽ രാഷ്ട്രീയവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയായി ഞാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. അത് നേരത്തെ കരീം സാഹിബ് പറഞ്ഞ മാതിരി ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായമുള്ള ആളെന്നുള്ളവർക്ക് ആ അഭിപ്രായം എൻ്റെ സംഘടനയുമായിട്ട് ബന്ധമാണെന്നൊന്നുമില്ല. അത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. ഞാൻ തമാശയിൽ പറയല്ലേ, ബുദ്ധിജീവിയുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിൽ മാത്രമല്ല, അല്ലാത്തവരുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ. അപ്പോ അല്ല, ചിന്തിക്കുന്നവൻ ഐ തിങ്ക് ഹെൻസ് ഐ ആം എന്ന് പറഞ്ഞത് അതുമാതിരി ഐ തിങ്ക് ഹെൻസ് ഐ ആം. അപ്പൊ ചിലതൊക്കെ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കും, ചിലത് വിമർശിക്കൂല. മഹാഭാഗ്യത്തിന് എനിക്ക് മിസ്സസ് ബൃന്ദ കാരട്ട് ഇതിൽ പങ്കെടുക്കുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഫ്ലൈറ്റിൽ വെച്ചിട്ടാണ് കണ്ടത്. പക്ഷെ ഞാൻ പ്രസംഗം ശ്രദ്ധിച്ചപ്പോൾ മഹാഭാഗ്യത്തിന് ശ്രീമതി ബൃന്ദ കാരട്ട് എടുത്തിട്ടുള്ള ഡയറക്ഷൻ വേറെയും ഞാൻ എടുക്കാൻ പോണ ദിശ വേറെയുമാണ് പ്രസംഗത്തിൽ. ശ്രീമതി ബൃന്ദ കാരട്ട് സാമ്രാജ്യത്വത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ളതും സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ സാംസ്കാരികമായിട്ടുള്ള അധിനിവേശത്തെ പറ്റിയിട്ടാണ്. ദ കൾച്ചറൽ ഇൻവേഷൻ വിച്ച് ഇസ് ഗോയിങ് ടു ഒക്കർ in the countries like India due to imperialism. That is the biggest danger. That is the biggest danger, madam. I would like to draw to your notice what has happened to Thailand, what has happened to Philippines, what is happening to the East European countries today. What has happened to those countries? ആ രാജ്യങ്ങൾക്ക് എന്ത് സംഭവിച്ചു, ആ രാജ്യങ്ങളിലെ സംസ്കാരങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പൊ ഇന്ത്യയിലും നമ്മൾ അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പുറത്തു വന്നിട്ടില്ല, അത് പുറത്ത് വരും. ഇന്ത്യയിലെ ഭാരതീയ സംസ്കാരം നശിക്കാൻ പോകുന്നു, ഒരു സംശയം വേണ്ട. നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൻനഗരങ്ങളിലാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. പതുക്കെ പതുക്കെ ഈ വിഷം പടർന്ന് ചെറുകിട നഗരങ്ങളിലും അവസാനം ഗ്രാമങ്ങളിലും എത്തിച്ചേരാൻ പോവുകയാണ്. കാരണം സാംസ്കാരികമായിട്ടുള്ള അധിനിവേശം എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായിട്ടുള്ള അധിനിവേശം ഇവിടെ നടക്കുന്നത്. ശാസ്ത്രത്തെയാണ് ഈ അധിനിവേശത്തിന് ആയുധമായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നിന്ന് നമ്മൾ കണ്ണടക്കുകയാണ്. നമ്മൾ കണ്ണടക്കെന്ന് പറയുമ്പോൾ വ്യക്തികൾ കണ്ണടക്കുന്നു വിട്ടോ, സംഘടനകൾ കണ്ണടക്കുന്നു, പ്രത്യേകിച്ച് മതസംഘടനകൾ കണ്ണടക്കുന്നു. നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന വിപത്ത് എത്രത്തോളമാണ് എന്നുള്ളത് എന്റെ ഈ പ്രസംഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് സംസ്കാരം എന്ന് ചോദിച്ചാൽ അതിനൊരു ഡെഫിനേഷൻ ഇല്ല, ഒരു ഡെഫിനേഷൻ ഇല്ല യഥാർത്ഥത്തിൽ. എന്നാൽ ഒരു വിശദീകരണമുണ്ട്. എന്താണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ തലമുറകളായി കൈമാറിയിട്ടുള്ള നമ്മുടെ ഭാഷ, നമ്മുടെ വേഷം, നമ്മുടെ ഭക്ഷണ രീതികൾ, നമ്മുടെ പെരുമാറ്റ രീതികൾ, മതത്തിന്റെ ചട്ടക്കൂട്, ഇതെല്ലാം കൂടെ ചേർന്ന് വന്നിട്ടുള്ളതാണ് സംസ്കാരം. അങ്ങനെ സംസ്കാരത്തെ പറ്റി നോക്കുമ്പോൾ ഭാരതീയ സംസ്കാരം എന്നൊരു വാക്കുണ്ട്. ആ ഭാരതീയ സംസ്കാരത്തിൽ 3-4 വ്യത്യസ്തമായ ധാരകളാണ്. 3-4 അതിലധികം നൂറുകണക്കിന് ധാരകൾ. എന്നാൽ കൂടി ഒരു ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിൽ നിർത്തുകയാണെങ്കിൽ ഇസ്ലാമിക സംസ്കാരം എന്ന് പറയാം. അങ്ങനെ സംസ്കാരമൊന്നുമില്ല, തെറ്റായ ധാരണയാണ്. അങ്ങനെ സംഭവമൊന്നുമില്ല. ഇസ്ലാമിക സംസ്കാരം എന്ന് പറയുന്ന സാധനമൊന്നുമില്ല. അതെല്ലാം കൂടെ 54 രാഷ്ട്രങ്ങൾ വിവിധമായിട്ട് പലതായിട്ടുള്ള സംസ്കാരങ്ങൾ. ഇപ്പൊ തന്നെ കോഴിക്കോട്ടെ പാളയത്തിനപ്പുറത്തുള്ള കോയമാർക്ക് ഒരു സംസ്കാരം, ഇപ്പുറത്തുള്ള ഞാൻ വേറെ സംസ്കാരം. ഭാര്യ വീട്ടിൽ താമസിക്കുന്നവൻ ഭാര്യ വീട്ടിൽ താമസിക്കും. Oh yes. Yes, ma'am. Oh yes, thank you. Oh yes, yes. അപ്പോ അപ്പുറത്ത് മരുമക്കത്തായവും ഇപ്പുറത്ത് മക്കത്തായവുമായിട്ട് നിൽക്കുകയാണ്. റെയിലിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് വിട്ട് താഴെങ്ങാടിയിൽ വടകരയിൽ മരുമക്കത്തായം, പൊന്നാണിയിൽ മരുമക്കത്തായം, കൊടുങ്ങല്ലൂരിൽ മക്കത്തായം. ഞാൻ കൊടുങ്ങല്ലൂരുകാരനാണ്. എൻ്റെ വീട്ടിൽ മോശമാണ്, ഭാര്യ വീട്ടിൽ പോകുന്ന തന്നെ. അപ്പോ ഏത് നല്ലതാണ് ഏത് ശരിയാണെന്നുള്ളതല്ല. അപ്പൊ ഇതൊരു സംസ്കാരമാണ്. ഈ സംസ്കാരങ്ങൾക്ക് നേരെയാണ് ഏറ്റവും വലിയ അധിനിവേശം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്റർനെറ്റിലൂടെ, SMS-കളിലൂടെ, മൊബൈൽ ഫോണിലൂടെ, അങ്ങനെ പല രീതിയിലും ഇവിടെ അധിനിവേശം നടന്നുകൊണ്ടിരിക്കും.
ഞാൻ ഒരു തുടക്കം കുറിക്കാം. ഭക്ഷണത്തിന്റെ കാര്യം നമുക്ക് നോക്കാം. എന്ത് ഭക്ഷണമാണ് ഇപ്പൊ ഇന്ത്യയിൽ പോപ്പുലറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 1977 ജോർജ് ഫെർണാണ്ടസ് ജനതാ പാർട്ടിയുടെ കാലത്ത് അദ്ദേഹം കൊക്കക്കോളയെ നിഷ്കാസനം ചെയ്തു വിടുന്നു, പുറത്താക്കി കൊക്കക്കോള. എന്നിട്ട് അന്ന് ഗവൺമെന്റ് ഒരു കൊക്കക്കോള ഉണ്ടെന്നു, അതിന്റെ പേരാണ് 77, 1977 എമർജൻസിയുടെ സമയം 77 എന്ന് പറഞ്ഞിട്ടൊരു കോള ഉണ്ടോ. അന്ന് ഇവിടെ കോളകൾക്കൊരു കുറവില്ല, ഇന്ത്യയിൽ ഒരു കോളക്കും കുറവില്ല. അന്ന് കാളിമാർക്കും ബൊവണ്ടും ഒക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് കുളിച്ചിരുന്ന. എവിടെ പോയ സാധനമൊക്കെ അതിനെയൊക്കെ വിഴുങ്ങിയെന്ന് മാത്രമല്ല, ഈ തരത്തിലുള്ള പാനീയങ്ങളുടെ എന്താണ് ഇതിന്റെ എസൻസ് എന്താണെന്ന് പോലും പുറത്തറിയിക്കാതെ 7X എന്നൊരു ഫോർമുലയുടെ ഉള്ളിൽ നിൽക്കുന്ന കൊക്കക്കോളയും അതുമാതിരിയുള്ള പാനീയങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ ഒരു ഭാഗത്ത് കൊക്കക്കോള വരുന്നു, മറുഭാഗത്ത് എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ വെള്ളം ബോട്ടിൽ വാട്ടർ ചിലപ്പോൾ ആവശ്യമുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങൾ, ഈ സാമ്രാജ്യത്വ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ